ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൃതീസ് വേൾഡ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് നോക്കല്ലേ, വാ. തമ്പലയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് സോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. ഒരു രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ചെയ്യാം. അപ്പം ഞാനിതാ നമ്മുടെ വിറകടുപ്പിൽ നിന്ന് വെണ്ണൂറ് വാരിയാണ്. നമ്മുടെ അവിടെ വെണ്ണൂറ് എന്ന് പറയുക ചാരം വാരിയെടുക്കുകയാണ്. ഇതാണ് ഇതിന് വേണ്ടത്. നമ്മൾ സോപ്പിന് പകരം യൂസ് ചെയ്യണത് ഇതാണ്. അടിപൊളിയാണ് മക്കളെ, നിങ്ങളിത് ഫുൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം കേട്ടോ റിസൾട്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി വേണ്ടത് ചകിരിയാണ്. നമ്മൾ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യണത് വേറെ ഒരു സാധനവും വേണ്ട. അപ്പോൾ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് പാത്രം ക്ലീൻ ആക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ചകിരി നാര് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരെല്ലാ തരം ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന പാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ചായേൻ്റെ കറിയും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിച്ചതും അതുപോലെ ബാക്കിലൊക്കെ കുറച്ച് കരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പാത്രമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാദ്യം സ്ക്രബ്ബറായിട്ട് നമ്മുടെ ചകിരിഞ്ഞാറ് വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ആ വെണ്ണൂറിൽ മുക്കി നല്ലതുപോലെ ഇത് ഉരച്ച് കൊടുക്കുക. നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ കമ്പിച്ചകരിയൊക്കെ ഉണ്ടല്ലോ സ്ക്രബ്ബർ, അതൊക്കെ യൂസ് ചെയ്യണത് സോപ്പ് വെച്ചിട്ട് അതേപോലെ തന്നെ നല്ലതുപോലെ ഉരച്ച് കൊടുക്കണം. അങ്ങനെ ഉൾഭാഗവും പുറഭാഗവും എല്ലാം ഉരച്ച് കൊടുക്കുക. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള ഒരുപാട് നല്ല വീഡിയോസും കോമഡി ഷോർട്ട് വീഡിയോസും കാണാം. ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ ചാനലിൽ പോയി കാണുക. അപ്പോൾ നമുക്കിതാ ഫുള്ളും ഞാൻ ഉരച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല ലോങ് ആവും വീഡിയോ, അതുകൊണ്ട് കുറച്ച് സ്പീഡിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക എത്രത്തോളം ഗ്ലേസിങ് ഉണ്ട് ആ ഒരു പാത്രത്തിന് എന്ന്. നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല, സോപ്പൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു ചാരം വെച്ച് മാത്രം നമ്മൾ കഴുകിയെടുക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഞാനൊന്ന് ഇവിടെ നിന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. കണ്ടില്ലേ എത്രത്തോളം തന്നെ ആ കരിയൊക്കെ പോയി കഴിഞ്ഞില്ലേ. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചതും ഇതും കണ്ടില്ലേ എത്രത്തോളം പോയി കഴിഞ്ഞെന്ന് മനസ്സിലായില്ലേ. ഒരു ഗ്ലേസിങ് കാണുന്നില്ല നിങ്ങൾ കണ്ടോ, ഉൾഭാഗത്ത് ആ ഒരു കറുപ്പ് കളറൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. നമ്മൾ സോപ്പ് ഉപയോഗിച്ചാൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലേസിങ് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇങ്ങനെ ചെയ്യുന്നവർ ഇന്നും ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ, ചുറ്റുപാടും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്യാത്തവർ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഒന്ന് നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ. അതൊന്ന് എന്താണ് അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.